മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ ചൈൽഡ് ലൈൻ്റെ ചൂരപടി പ്രയോഗം. കോടികൾ അധ്യാപക അനധ്യാപക നിയമനത്തിന് വാങ്ങി ശമ്പളവും മറ്റു ബാധ്യതകളുമെല്ലാം സർക്കാരിനെ കൊണ്ട് കൊടുപ്പിച്ച് വിദ്യാഭ്യാസ കച്ചവടം നടത്തുന്നതിൽ മുൻപന്തിയിലാണ് ക്രൈസ്തവ സഭ മാനേജ്മെന്റുകൾ. അപ്രകാരം നല്ല രീതിയിൽ വിദ്യാഭ്യാസ കച്ചവടം കൊണ്ടുപോകുന്ന ഒരു മാനേജ്മെന്റാണ് മാർത്തോമ സഭയുടേതും. മാർത്തോമ സഭയുടെ തന്നെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം വിസ്മരിക്കാതെ തന്നെ പറയട്ടെ. വളരെ സാധാരണക്കാരായ ആളുകളുടെ കുട്ടികൾ ധാരാളം പഠിക്കുന്ന പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിനെ കുറിച്ച് ഈ അടുത്ത കാലത്തായി നിരവധി പരാതികൾ ഉയരുകയാണ്. സാമ്പത്തികമായി വളരെ പാവപ്പെട്ട കുട്ടികളോടാണ് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും ഈ വേർതിരിവ് കാണിക്കുന്നത്. ഒരു കിഡ്നി സമീപകാലത്ത് മാറ്റിവെക്കപ്പെട്ട 9ാം ക്ലാസ്സുകാരിയായ ഒരു ഓട്ടോ ഡ്രൈവറുടെ മകൾക്കുണ്ടായ അനുഭവം അമ്മ ഉചിത വിവരിക്കുന്നത് കേൾക്കുക. പത്തനംതിട്ട ജില്ലയിലെ ചുള്ളിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വിളിക്കുന്നത്. എന്റെ പേര് ഉചിത. എന്റെ ഭർത്താവ് റോയി, മോള് റോസിയ. അവള് 9ാം ക്ലാസ്സിൽ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ 9B പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അവൾക്ക് കഴിഞ്ഞ ദിവസം 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞങ്ങള് സ്കൂൾ അധികൃതരെ അറിയിച്ചിട്ടും അവരതിനെതിരെ പ്രതികരിക്കുകയൊന്നും ചെയ്തില്ല. അപ്പൊ ഞങ്ങള് എന്ത് ചെയ്ത് അവിടെ വെച്ച് തന്നെ പറഞ്ഞിട്ട് പോകുന്നു. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലും ലൈനിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവർ ഞങ്ങളെ കളിയാക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ നേരെ ഫയർ ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങളൊന്നും സംസാരിക്കാൻ അവരെ അനുവദിക്കത്തില്ലായിരുന്നു. ഈ വിഷയങ്ങളൊക്കെ ഞങ്ങൾ സ്റ്റേഷനിലും ചൈൽഡ് ലൈനിലും ഒക്കെ വിളിച്ചു പറഞ്ഞു. സ്റ്റേഷനിൽ നിന്നും പ്രത്യേകിച്ച് നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സർക്കിൾ ഒക്കെ പറഞ്ഞ് അത് ഒത്തുതീർപ്പാക്കാനാണ് നോക്കിയത്. പക്ഷെ അദ്ദേഹവും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. ഒരു കുഴപ്പം ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ SI നമ്മളടുത്ത് കുറച്ച് ചൂടായിട്ടൊക്കെ സംസാരിച്ചു. ഇത് ഞങ്ങൾ കുട്ടിയെ TC വാങ്ങിക്കൊണ്ട് പോകണമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതിനുശേഷം ചൈൽഡ് ലൈനിലെ സാർമാരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചൈൽഡ് ലൈനിൽ ഒരു സാറ് വന്നിട്ട് ഇവിടെ വന്ന് എൻക്വയറി എടുത്ത് മോളോട് സംസാരിച്ചു, ഞങ്ങളടുത്ത് സംസാരിച്ചു. അതിനുശേഷം ഞങ്ങൾ ചൈൽഡ് ലൈനിന്റെ ആർമുള ചൈൽഡ് ലൈനിലോട്ട് വിളിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു, അവരുടെ അടുത്ത് സംസാരിച്ചു. പിന്നെ കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുത്തു. എന്നിട്ട് സ്കൂളിൽ വിട്ടോ കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ സ്കൂളിൽ വിട്ടതിന് ശേഷം അന്ന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസം അന്ന് സ്കൂളിൽ വിട്ട ദിവസം ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞു പ്രിൻസിപ്പലിനെ HM വന്ന് കാണണം എന്നൊക്കെ പറഞ്ഞു. അപ്പം അന്ന് പോകാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ചെന്നപ്പം അവർ കുറച്ച് എഗ്രിമെന്റുകളൊക്കെ എഴുതി വെച്ചിട്ടു. അവർ PTA പ്രസിഡന്റ് അതിനുള്ള അംഗങ്ങളൊക്കെ കൂടി തീരുമാനിച്ചതാണ്. HM അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അവർ പറയുന്ന ഡിമാൻഡുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി 10ാം ക്ലാസ് ആകുമ്പോൾ ഇവിടുന്ന് മാറ്റിക്കൊള്ളാം, ഇനിയും കുട്ടിയുടെ ഭാഗത്തുനിന്ന് തെറ്റുകളൊന്നും ഉണ്ടാകുന്നില്ല എന്നൊക്കെ എഴുതി ഒപ്പിട്ട് കൊടുക്കണം. പിന്നെ ഞങ്ങൾ കൊടുത്തിരിക്കുന്ന കേസുകളൊക്കെ പിൻവലിക്കണം. പിന്നെ ഇനി ഒരു വിഷയങ്ങളും ഉണ്ടാക്കുകയില്ല, കേസുകൾ മൊത്തം പിൻവലിക്കണം, കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് കൊണ്ടു കൊടുക്കണം എന്നൊക്കെ ഇത്രയും കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ കുട്ടിയെ തുറന്ന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിൽ കയറ്റാതെ കുട്ടിയെ തിരികെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ ഫുഡും യൂണിഫോമും ഒക്കെ ആയിട്ടാണ് കുട്ടി സ്കൂളിൽ പോയിട്ട് ക്ലാസ്സിൽ കയറ്റാതെ കുട്ടിയെ ഇറക്കി വിട്ടു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചൈൽഡ് ലൈനിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അവിടുത്തെ സാറ് ഈ സംഭവം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോട്ട് റിപ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞങ്ങളുടെ അടുത്ത് അവിടെ ചെല്ലണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ആദ്യം ചെന്ന സമയത്ത് അവിടെ ഇരുന്ന സാർമാർ പറഞ്ഞു അന്ന് എല്ലാവരും അവരെ വിളിപ്പിക്കാം, നാളെ അവരെ വിളിപ്പിക്കാം, നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം എന്നിട്ട് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ വീണ്ടും കുട്ടിയെ കൊണ്ട് പോയി. അപ്പം ഞങ്ങളെ വിളിപ്പിച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് സാറ് പറഞ്ഞു ഇനി പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല, ഇനി മുതൽ കുട്ടിയെ സ്കൂളിൽ വിട്, നാളെ വിട്ടോളാൻ പറഞ്ഞു, നാളെ മുതൽ വിട്ടോളാൻ പറഞ്ഞു. അതിനുശേഷം 2 ദിവസത്തേന് കുട്ടിയെ കോഴഞ്ചേരിയിൽ ചൈൽഡ് ലൈൻ്റെ കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. അപ്പോൾ അവിടെ ഒന്ന് കൊണ്ടുപോയി കൗൺസിലിംഗ് കൊടുത്തിട്ട് വരണം. അതല്ലാതെ അവർ പറഞ്ഞ ഒരു എഗ്രിമെന്റിലും സൈൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പം ആ എഗ്രിമെന്റിന്റെ കാര്യമൊന്നും പിന്നീട് ഇത് പറഞ്ഞിട്ടില്ല. ഇന്ന് കുട്ടി സ്കൂളിൽ പോയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സാറ് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ നേരെ ചെന്നോളാനും. അപ്പോൾ ചൈൽഡ് ലൈൻ നമുക്ക് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ റിപ്പോർട്ട് ചെയ്തോളാം. പിന്നെ അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു വിട്ടുണ്ട്. കുട്ടിയെ ഇത്രയും വിഷയങ്ങൾ കുട്ടിക്ക് നേരെ ഇവർ നടപടികൾ ഇങ്ങനെയൊക്കെ എടുത്തത് കൊണ്ട് പ്രത്യേകം അവൾക്ക് ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകൾ ഞാനും എൻ്റെ കുഞ്ഞും ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരു 1-2 ആഴ്ചയോളം ഞങ്ങൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായിട്ടും വെച്ചാൽ ആഹാരം പോലും കഴിക്കാൻ പറ്റാത്ത, ഉറങ്ങാതെ. ഇന്നത്തെ കാര്യം എന്നാന്ന് ചോദിച്ചാൽ സാർ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസ് ആണല്ലോ അവിടുത്തെ PTA പ്രസിഡന്റും മറ്റംഗങ്ങളും. അപ്പോൾ അവരുടെ കുട്ടികൾ മാത്രം പഠിച്ചാൽ മതി എന്നായിരിക്കും. അവരുടെ കുട്ടികൾക്ക് ഇപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും എൻ്റെ മോൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ വരുന്നുണ്ട്. അപ്പം അവരുടെ അടുത്ത് വീണ്ടും ഇതേപോലെ പഴയതുപോലെ തന്നെ പെരുമാറിക്കൊണ്ട് ഭയങ്കര തെറിവിളിയും കളിയാക്കലും ആ കുട്ടികൾ പക്ഷേ അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടുകാരും പ്രതികരിക്കുന്നില്ല. എൻ്റെ മോൾക്ക് മാത്രമല്ല പല കുട്ടികളെയും ഇതുപോലെ നിസ്സാര കാര്യത്തിനൊക്കെ TC കൊടുത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. അവരാരും പ്രതികരിക്കത്തില്ല. കേസിന് പോകണ്ടെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും അവരാരും പ്രതികരിക്കുന്നില്ല. അവർ TC വാങ്ങിക്കൊണ്ട് പോയി വേറെ ഏതെങ്കിലും
സ്കൂളിൽ ചേർക്കും. ഈ സാധാരണക്കാർ പലതായിട്ടുള്ള പല കഷ്ടതകൾ സഹിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. പക്ഷേ ഇവർ ആരും പ്രതികരിക്കാതെ ഇതിൻ്റെ പുറകിന് നടക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം കാണത്തില്ല. എന്താ പറയുന്നത്, ഇപ്പോൾ ജോലിക്ക് പോകുന്നവരായിരിക്കും, ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടികളെ സ്കൂളിൽ വിടുന്നത്. അപ്പം അവരാരും ഇതിൻ്റെ പുറകെ പോകാത്ത, കേസ് കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നത് പിന്നെ അവർക്ക് അതിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ജോലി മുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാകും. അപ്പം ആരും പ്രതികരിക്കാൻ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ കേസ് കൊടുക്കാൻ പോകുന്നില്ല. ഈ ചൈൽഡ് ലൈനിൽ കേസ് കൊടുക്കാനോ സ്റ്റേഷനിൽ കേസ് കൊടുക്കാനോ പോലെ TC കൊടുത്തിരുമ്പോൾ ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് ആ കുട്ടികൾ അവിടെ പഠിക്കും. അപ്പം ആരും പ്രതികരിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഇത് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു ധൈര്യമുണ്ട്. അപ്പം ഇതിപ്പോൾ ആരും പ്രതികരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ തന്നെ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഞാനെങ്കിലുമൊക്കെ പ്രതികരിക്കണല്ലോ സാർ, കാരണം പാവങ്ങൾക്ക് ജീവിക്കണ്ടേ. എത്ര ദിവസത്തെ ക്ലാസ് പോയി? സർജറി കഴിഞ്ഞിരിക്കുന്നത് ആ കുട്ടിയുടെ ഒരു 10-12 ദിവസത്തോളം, അതിൽ കൂടുതൽ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 10-15 ദിവസത്തോളം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ സ്കൂൾ അധികൃതർ എത്രയൊക്കെ കുട്ടിയെ മാനസികമായിട്ട് ഇവര് ഉപദ്രവിച്ചു? കുട്ടി പ്രതികരിക്കുന്ന കുട്ടി ആയതുകൊണ്ട് അവളുടെ അടുത്ത് ഇവരൊന്നും പ്രതികരിക്കാൻ പാടില്ല, സ്കൂളിലൊന്നും പ്രതികരിക്കാൻ പാടില്ല. അവർ തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും അവർ തെറ്റ് ചെയ്തെന്ന് പറയുന്നത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അതാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ ഈ 10ാം ക്ലാസ്സിലെ കുട്ടികൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഒന്ന് കൗൺസിൽ ചെയ്യുമോ, അല്ലെങ്കിൽ ഇപ്പോൾ അവരെ ഒരു പറഞ്ഞ് മനസ്സിലാക്കുവോ, ഒന്ന് വാർണിംഗ് ചെയ്യുമോ, ഒന്നും ചെയ്യത്തില്ല. ഈ പ്രതികരിക്കുന്ന കുട്ടികൾക്ക് ഫീസ് കൊടുത്ത് വിടുന്ന പരിപാടി ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല. ഇപ്പൊ ഇങ്ങനെ ഒരു കുട്ടിക്ക് തന്നെയല്ല അനുഭവം, പല കുട്ടികൾക്ക് ഇതേയുള്ള അനുഭവം ഉണ്ട്. പക്ഷെ പലരും പല അവസ്ഥകളിൽ നിന്ന് വരുന്നവരായതുകൊണ്ട് ചിലപ്പോൾ ഈ കേസും മറ്റുമായിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം അതിന് അവർ ശ്രമിക്കാറില്ല. അപ്പൊ അവരുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇത് പോകാനും ഉള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരും ഒന്നും പോകില്ല. പോയാലും സ്റ്റേഷൻ വരെ എത്തുള്ളൂ. ചൈൽഡ് ലൈനിൽ ആരും പരാതി കൊണ്ട് കൊടുക്കുന്നില്ല. ഇത് നമ്മുടെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ. ആദ്യം ഞങ്ങൾ ചെന്നപ്പം അവിടുത്തെ SI ഞങ്ങളടുത്ത് മാന്യമായിട്ടൊക്കെ സംസാരിച്ചു. പിന്നെ രണ്ടാമത് വിളിപ്പിച്ചപ്പം ഞങ്ങൾ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ വന്നിട്ടില്ല. വീണ്ടും ഞങ്ങളെ പറഞ്ഞു വിട്ടു. ഞങ്ങൾ മൂന്നാമത് വീണ്ടും പോയപ്പോൾ ഈ സ്റ്റേഷനിലെ SI ആദ്യം ഇവരുടെ അടുത്ത് കുറച്ചു നേരം സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ അടുത്ത് ചൂടായിട്ടാണ് സംസാരിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇദ്ദേഹം കേൾക്കുന്നില്ല. അപ്പം സ്റ്റേഷനിൽ ഞങ്ങളും സംസാരിച്ചു, അവർ സംസാരിച്ചു. അവിടെ ബഹളമായപ്പം സർക്കിൾ സാറ് റൂമിൽ വിളിപ്പിച്ചിട്ട് പറഞ്ഞു കുഴപ്പമില്ല, കുട്ടിയെ വിട്, അത്രയും ദിവസം വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ വിദ്യാഭ്യാസം മുടങ്ങിയല്ലേ. അപ്പം ഞങ്ങൾക്ക് ഒരു പേടിയുണ്ട്. കാരണം കുട്ടിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന, ഒരു കിഡ്നി ഫെയിലായിരുന്നു, അവളുടെ കിഡ്നി എടുത്ത് മാറ്റിയതാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു സർജറി. ഈ റിപ്പോർട്ടുകൾ എല്ലാം ഇവർക്ക് അറിയാവുന്ന കാര്യം. മെഡിക്കൽ ലീവ് 1 മാസത്തോളം ജൂൺ മാസം ഫുള്ള് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ അതിന്റെ മെഡിക്കൽ ലീവ് ഒക്കെ ഞങ്ങൾ സ്കൂളിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കറിയാം. ഈ കുട്ടി 10ാം ക്ലാസ്സിലെ കുട്ടികളുമായിട്ടുള്ള വിഷയത്തിൽ പ്രതികരിക്കുന്നതാണ് വിഷയം. ഇത് പ്രതികരിക്കുന്ന കുട്ടികളെ അവർക്ക് അവിടെ വേണ്ട. ഇപ്പൊ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് കുട്ടികൾ ഉള്ളത് കൊണ്ട് കുറച്ച് കുട്ടികൾ പോയാലും അവർക്ക് വിഷയമില്ല. ഉണ്ട്. എന്റെ മോളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പം ഇവരെല്ലാം എന്റെ മോൾക്ക് സപ്പോർട്ട് ചെയ്തത് കൊണ്ട് അവർക്ക് ഇപ്പോൾ കൗൺസിലിംഗ് സർട്ടിഫിക്കറ്റ് വേണം, അതുകൊണ്ട് വന്നാലേ സ്കൂളിൽ കയറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികളെ പുറത്താക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നൊരു കുട്ടി പോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. സ്കൂളിന്റെ പേരെങ്ങനെയാണ്? സ്കൂളിന്റെ പേര് മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നാണ്. ഇത് എവിടെയാണ് എക്സാക്ട്ലി? പത്തനംതിട്ട. ഇത് മാർത്തോമ സഭയുടെ തന്നെ അധീനതയിലുള്ളതാണല്ലേ? അതെ. സർക്കാരും കൂടി ചേർന്ന് നടത്തുന്ന സ്കൂളാണ്. എയ്ഡഡ് സ്കൂളാ? അപ്പൊ ഇപ്പൊ അവര് സ്കൂളിൽ വിടുന്നതിന് കുഴപ്പം അവിടെ വെച്ച് ഇവര് ഒന്നും പറഞ്ഞിട്ടില്ല. ആ എഗ്രിമെന്റിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അവിടുന്ന് നമുക്ക് വക്കീൽ സാർ അനുകൂലമായിട്ടൊക്കെ സംസാരിച്ചത് പറഞ്ഞതൊക്കെ. അപ്പൊ അവിടുന്ന് പറഞ്ഞിട്ട് കുട്ടിയെ സ്കൂളിൽ വിട്, 2 ദിവസത്തെ ഇനി കോളേജിൽ 2 ദിവസത്തെ കൗൺസിലിംഗ് മാത്രം കൊണ്ടുപോയാൽ മതി. ഇവര് പറഞ്ഞിട്ടുള്ള എഗ്രിമെന്റുകളിലൊന്നും നമുക്ക് സൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർക്ക് നമുക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം അവർ പറഞ്ഞിട്ടുള്ളതെല്ലാം അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ. അപ്പൊ അങ്ങനെ എഗ്രിമെന്റുകൾ സൈൻ ചെയ്ത് നമ്മൾ കുട്ടിയെ വിട്ടു കഴിഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റത്തില്ല സാർ. അതുപോലത്തെ കാര്യങ്ങളാണ് അവർ ഈ 10ാം ക്ലാസ്സിലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് അവരൊരു വാണിംഗ് കൊടുക്കുവോ അല്ലെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കുട്ടികൾ കംപ്ലൈന്റ് പറയാൻ ചെല്ലുമ്പോൾ ഈ കുട്ടികളെ പേടിപ്പിച്ചു വിടുക, അല്ലെങ്കിൽ TC വേണോ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടും. ഇങ്ങനെയൊക്കെയുള്ള രീതികളാണ്. ഈ നിസ്സാര കാര്യത്തിന് പോലും കുട്ടികളെ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുന്ന ഒരു പ്രവണത ഇപ്പൊ കണ്ടുവരുന്നത്. ഇപ്പൊ എന്റെ മോൾക്ക് സപ്പോർട്ട് ചെയ്തതിന്റെ പേരിൽ അവളുടെ 2-3 കൂട്ടുകാരികളോടത്തും ഇവരിങ്ങനെ തന്നെയാണ് പെരുമാറിയത്. നമ്മുടെ ആവശ്യം കുട്ടി സ്കൂളിൽ പോകണമെന്നുള്ളതായിരുന്നു. ഇപ്പം എന്തായാലും ഇന്നലെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ പോയത് കൊണ്ട് അവിടുത്തെ സാറ് പറഞ്ഞത് കൊണ്ട് അവരെതിർപ്പൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പൊ ഇന്ന് മോള് സ്കൂളിൽ പോയിട്ടുണ്ട്. എന്തായാലും ചൈൽഡ് ലൈൻ ചൂരപടി എടുത്തതോടുകൂടി കുട്ടിക്ക് 2 ആഴ്ച മുടങ്ങിയ പഠനം വീണ്ടും ആരംഭിക്കാനായി. ദയവായി സ്കൂൾ അധികൃതർ ഇനിയും ഒരു കുട്ടിക്കും ഇത്തരം ദുരനുഭവം ഉണ്ടാക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാക്കരുത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.